നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിലും ഐപാഡിലും നമ്മൾ ചില സിറ്റുവേഷൻസിൽ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റോറേജ് ഷോർട്ട് ആകുക എന്നുള്ളത്. അതായത് ഒരു 7-8 വർഷം മുന്നേ വരെയൊക്കെ നമുക്കറിയാം 16 GB 32 GB ഐഫോൺ അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 32 GB 64 GB എന്നൊക്കെ പറയുന്നത് 4-5 വർഷം മുന്നേ വരെ വലിയൊരു സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം മിനിമം 256 GB എങ്കിലും വേണം. 120 GB 128 GB എന്ന് പറയുന്നത് പോലും നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒരു മിനിമം സ്റ്റോറേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ യൂസേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അവരുടെ തനി നിറം കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഐപാഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഐപാഡിൻ്റെ സൈഡിൽ പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഐപാഡ് മിനി ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 128 GB ഇറക്കിയിട്ടില്ല. ഈ ഒരു ഐപാഡിൻ്റെ ബേസിക് സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 64 GB യിലാണ്. 64 GB എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും തന്നെ യൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അല്ല. ഈ ഒരു ടെക്നിക്ക് ബ്രാൻഡുകളെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബേസ് മോഡൽ വാങ്ങാൻ വരുന്ന ഒരു വ്യക്തി, അത് ഫോൺ ആയിക്കോട്ടെ ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റി അവർ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ വിലയുള്ള 256 അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോറേജ് ഏതാണോ അതിലേക്ക് ഫോഴ്സ്ഫുള്ളി മാറാൻ അല്ലെങ്കിൽ വേരിയൻ്റ് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഈ ബ്രാൻഡുകളുടെ എല്ലാം വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിന് ഒരു സൗകര്യമുള്ളത്. അതാണ് ഓൺ ദ ഗോ. ഈ ഓൺ ദ ഗോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരിൽ സ്നേഹപൂർവ്വം നമ്മൾ വിളിക്കുന്ന ഒരു കാര്യമാണ് OTG. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളുടെ ഐഫോൺ 15 ലൈറ്റ്നിങ് ഉള്ള ഐഫോൺ ആയിക്കോട്ടെ, ടൈപ്പ് സി ഉള്ള ഐഫോൺ ആയിക്കോട്ടെ, നമ്മളുടെ ഐപാഡ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്യുന്ന കിടിലൻ OTG അഡാപ്റ്റേഴ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന OTG ആക്സസറീസ് അല്ലെങ്കിൽ അഡാപ്റ്റേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ഈ ഒരു OTG ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജസുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്പിളിൻ്റെ ഒറിജിനൽ OTG അഡാപ്റ്ററാണ്. ഇതെന്ന് പറയുന്നത് ലൈറ്റ്നിങ് ടു ക്യാമറ അഡാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തൊരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് കാങ്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ലൈറ്റ്നിങ് അഡാപ്റ്റർ. സോ ഇതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് പോകും. സോ ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം എവിടെ ഏത് ഡിവൈസിലും, അതായത് ലൈറ്റ്നിങ് വരുന്ന ഐപാഡിലും ഐഫോണിലും നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂഷ്വലി കാണുന്ന അഡാപ്റ്റർ പോലെയല്ല. ഇതിൽ നിങ്ങൾക്ക് 2 പോർട്ടുകൾ കാണാൻ സാധിക്കും. ഒന്ന് USB ടൈപ്പ് എയും മറ്റൊന്ന് ലൈറ്റ്നിങ് പോർട്ടുമാണ്. സോ നമ്മുടെ ലൈറ്റ്നിങ് കേബിളും ഇത് കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ടൈപ്പ് എ, അതായത് USB A വരുന്ന ആക്സസറീസ്, ഈ പെൻഡ്രൈവ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് ഡ്രൈവുകൾ, നമുക്ക് പഴയ ഹാർഡ് ഡ്രൈവുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഐഫോണിൽ അല്ലെങ്കിൽ ഐപാഡിലൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്ററാണ് വേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓൾഡർ ഹാർഡ് ഡ്രൈവുകൾ, ഇത് നമുക്കറിയാം ഡിസ്ക്കാണ് സ്പിൻ ചെയ്യുന്നത്, ഇതിനകത്ത് ഡിസ്കുകളാണ്. സോ ഇതിനൊക്കെ എക്സ്റ്റേണൽ പവർ ആവശ്യമാണ്. എക്സ്റ്റേണൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഹാർഡ് ഡ്രൈവുകൾ നമുക്ക് ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുപോലുള്ള പവർ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഹാർഡ് ഡ്രൈവുകളൊക്കെ നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യുമ്പം നമുക്കതിനകത്ത് വേരിയേഷൻസോ കാര്യങ്ങളൊന്നും വരാൻ സാധിക്കത്തില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അഡാപ്റ്ററിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവോ കംപ്ലൈൻറ്റ് ആകുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ ഓപ്ഷനാണ് കാങ്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ലൈറ്റ്നിങ് അഡാപ്റ്റർ. ഈ ഒരു ബ്രാൻഡിന് ലൈറ്റ്നിങ് അഡാപ്റ്റർ, അതായത് ഐഫോൺ ലൈറ്റ്നിങ് ഉള്ള ഐഫോണുകളിൽ മാത്രമല്ല USB ടൈപ്പ് സി ഉള്ള ഡിവൈസുകളിലും നമുക്ക് ഇതുപോലത്തെ പെൻഡ്രൈവുകൾ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കാവുന്ന മറ്റ് അഡാപ്റ്റേഴ്സും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് ഈ വീഡിയോ പർപ്പസിന് വേണ്ടി ഞാൻ തിരിച്ച് അതുപോലെ റീപാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം നമ്മൾ ഈ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ക്വാളിറ്റി ഉള്ള പോലെ തോന്നത്തില്ല. പക്ഷേ ഇറ്റ്സ് പ്രിറ്റി ഡീസൻറ്റ്. നമുക്ക് വലിയ വിലയില്ലാതെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു കാങ്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു OTG കേബിൾ. എന്നാൽ ഇതുപോലുള്ള USBs നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ്നിങ് വേണം അല്ലെങ്കിൽ പവർ അഡീഷണൽ വേണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്ററിന് പകരം നമുക്ക് ഈ ഒരു ചെറിയ OTG അഡാപ്റ്റർ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഡയറക്റ്റ്ലി നമുക്ക് ഐഫോണിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം iPhone 14 Pro ആണ്. ഇതിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്യണം. ഫയൽസ് ആപ്പിലാണ് നമുക്കിത് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ ഡിവൈസ് അവിടെ റീഡ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് USB-യിലെ ലൈറ്റ് കാണുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ലൊക്കേഷനകത്ത് USB എന്ന് വന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്ന എന്തൊക്കെയാണോ ആ ഡേറ്റാസ് എല്ലാം അല്ലെങ്കിൽ ഫയൽസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ USB എന്നാണ്. ഞാൻ ഈ USB റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലൊക്കേഷനിൽ നിന്ന് റിമൂവ് ആകുന്നതായിരിക്കും. ഈ USB-യിലുള്ള ഫയൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ മൂവ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ iCloud അല്ല, നമ്മളുടെ ഓൺ മൈ ഫോൺ സെലക്ട് ചെയ്യുക. ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു പെൻഡ്രൈവിൽ നിന്ന് ഡാറ്റ കോപ്പി ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ നല്ല സ്പീഡിൽ തന്നെയാണ് ഇത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു OTGയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 600 rupees. അതുപോലെ ഈ ഒരു ഡിവൈസ് വന്ന പാക്കേജ് എന്ന് പറയുന്നത് ഇതാണ്. സോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു രീതിയിലല്ലായിരിക്കും പാക്കേജ് ഉണ്ടാകുന്നത്, പാക്കേജുകളിൽ ഡിഫറൻസ് ഉണ്ടാകാം. പക്ഷേ 600 rupees ഇത് തീർച്ചയായിട്ടും വർത്താണ്. കാരണം ചീപ്പാണ്. ബിൽ ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുമ്പോൾ അത്ര മോശമല്ല, എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു OTG ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് നമ്മളിപ്പം ഫോണിൻ്റെ സ്റ്റോറേജ് കുറവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറവല്ലെങ്കിലും നമുക്ക് ഈ ഒരു iCloudലേക്ക്, ഇപ്പം iCloud എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യണം എന്നില്ല, ഇനി ലാപ്പും കമ്പ്യൂട്ടറും എല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു OTG നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു OTG അഡാപ്റ്ററും വാങ്ങി അതോടൊപ്പം ഒരു 256 അല്ലെങ്കിൽ 128 GB ഒരു പെൻഡ്രൈവും കൂടെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്പും കമ്പ്യൂട്ടറും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അതായത് നമ്മളുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ലാപ്പും കമ്പ്യൂട്ടറും ഇപ്പോൾ iTunes ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ലിറ്ററലി നിങ്ങളുടെ ഡിവൈസിലുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും അത്യാവശ്യം വേണ്ട ഡാറ്റാസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെൻഡ്രൈവിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ലോങ് ടേമിലേക്ക് നമുക്ക് പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെ ഫോട്ടോയും വീഡിയോസും നമ്മുടെ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെൻഡ്രൈവ് നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫോട്ടോസ് എല്ലാം വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്യുക, ഷെയർ ഷീറ്റിന് ഓപ്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പെൻഡ്രൈവ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സേവ് ടു ഫയൽ എന്ന ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഡയറക്റ്റ്ലി നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക, ഇവിടത്തേക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ബാക്കപ്പ് എന്നൊരു പേരൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്പിലേക്ക് ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെൻഡ്രൈവിൻ്റെ സ്പീഡിനെയും കൂടെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിലേ എന്തായാലും ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ഇത് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഒരു നമ്മളൊരു ടൈം വെച്ച് വീക്ക്ലിയോ അല്ലെങ്കിൽ മന്തിലോ ഒരു ടൈമിലോ നിങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ ഒരു ബാക്കപ്പ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പിന്നീട് ഐഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള OTG ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വേറെ കണക്ഷൻ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ സാധിക്കും. ഇതിൽ ലൈറ്റ്നിങ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സാൻഡിസ്കിൻ്റെ ഈ ഒരു ഓപ്ഷനെ പറ്റി. നമുക്ക് USB Type-C പോർട്ടോ അവൈലബിൾ ആണ്, അതോടൊപ്പം ലൈറ്റ്നിങ് ഓപ്ഷനും ഉണ്ട്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതാണ്. ഇനി iPhone 15 സീരീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം Type-C ആണ്. Type-C ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള Type-C എനേബിൾഡ് ആയിട്ടുള്ള പെൻഡ്രൈവിൽ നമുക്ക് ഡയറക്റ്റ്ലി വേറെ ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമ്മളുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽസ് ആപ്പിൽ iExpand എന്ന് കാണിക്കും. സോ ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് സകല ഡേറ്റയും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ സാധിക്കും, ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ SSDs, ഇതിപ്പം സാംസങ്ങിൻ്റെ T7 എന്ന് പറഞ്ഞ SSD ആണ്. ഈ ഒരു SSD കണക്ട് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് അൾട്രാ ഫാസ്റ്റ് ആണ്, നല്ല സൂപ്പർ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ്ലി ഇതിലേക്ക് കണക്ട് ചെയ്യുക, ഇതുപോലെ തന്നെ നമ്മളുടെ ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ സകല ഫയൽസും നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് റോ വീഡിയോസ്, നമുക്കറിയാം ലോഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ProRes ലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ SSD ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ iPhone 15 ലൈനപ്പിൽ നമുക്കത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ 4K വീഡിയോസ് ഇതുപോലുള്ള ലോഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആക്സസറീസ് ഒന്നും വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ഈ ഒരു Type-A പെൻഡ്രൈവ് തന്നെ നമുക്ക് ഇതിലും ഉപയോഗിക്കാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ഈ ഒരു ബ്രാൻഡ് Quantum Zero എന്ന് പറയുന്ന ബ്രാൻഡാണ്. Quantum Zero ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, എന്നാൽ അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ബ്രാൻഡാണ്. ഇവർക്ക് വളരെ ചുരുക്കം കുറച്ച് ഡിവൈസുകൾ അല്ലെങ്കിൽ ആക്സസറീസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതെല്ലാം നല്ലതാണ്. സോ ഇതുപോലുള്ള അഡാപ്റ്റേഴ്സ്, ഈ ഒരു അഡാപ്റ്റർ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള അഡാപ്റ്റേഴ്സ് വാങ്ങുക. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മുടെ Type-A പെൻഡ്രൈവ് ഇതുപോലെ ഇതിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് ആപ്പിൽ USB 1 ആക്സസ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ. സോ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വെറൈറ്റി ഓപ്ഷൻസ് നമുക്ക് ഇതുപോലെ OTGയുടെ കാര്യത്തിലുണ്ട്. പക്ഷേ നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം നമുക്കത് വേസ്റ്റ് ആയി പോകും. ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ചിലപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകും. അത് നമ്മളുടെ ഫോണിനെയും ബാധിക്കാം, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീനെയും ബാധിക്കാം. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ കോഷ്യസ് ആവുക, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
അതുപോലുള്ള ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. സോ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് OTG ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അതും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.